അഗ്രി ഇറിഗേഷൻ. ഇത് മുതലമട മാംഗോ സിറ്റിയിലെ ഒരു മാംഗോ പ്ലാന്റേഷനാണ്. ഇപ്പം എല്ലാം മാങ്ങയെല്ലാം പൂത്തു തുടങ്ങി. എല്ലാം ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെയാണ് പൂക്കുന്നത്. എല്ലാം കണ്ടില്ലേ, എല്ലാം പൂത്തു തുടങ്ങി. ഇപ്പം അവിടേക്ക് ഒരു ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരു ചാലെടുക്കുന്ന അതാണ് ഈ തോട്ടത്തിൽ. മാങ്ങ ഏകദേശം പൂത്തു തുടങ്ങി. ഇപ്പോൾ നവംബർ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും ഏകദേശം ഒരു 65% പൂത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, എല്ലാം പൂത്ത് ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നനയ്ക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചാലൊക്കെ കീറുന്നത്, പൈപ്പ് ഇടാനായിട്ട്. ഇവിടെ കുറച്ച് കാലി സ്ഥലം കാണുന്നുണ്ട്. ഏകദേശം ഇവിടെ കുറച്ച് പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊരു സ്പ്രിങ്ക്ലർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചാല് കീറിയതാണ്. ഇവിടെ മാത്രം കുറച്ച് പച്ചക്കറി ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ല, വളരെ ചെറിയ ഒരു 1.5 അടി താഴ്ചയാണ് ഇതിൻ്റെ ചാലിൻ്റെ ആഴം. നമുക്ക് ഓൾറെഡി വണ്ടിയൊക്കെ പോകുന്നതിന് ചെറിയ PVC ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ പ്ലാന്റ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് കാലി സ്ഥലമാണ്, ഇവിടെ പ്ലാന്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇനി അങ്ങോട്ട് മെയിൻ ലൈൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല പോലെ പൂത്തിരിക്കുന്ന ഒരു മാവ് ആണ്. കണ്ടില്ലേ, ഏകദേശം പ്രാവശ്യം നല്ലതായി പൂത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷം ഉളവാക്കുന്നൊരു സമയമാണ്. നിറയെ പൂവുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് മരുന്നടിയൊക്കെ പൂ കൊഴിയാതിരിക്കാൻ വേണ്ടി മരുന്നുകളൊക്കെ അടിക്കാറുമുണ്ട്. കണ്ടില്ലേ, എല്ലാം വളരെ ഭംഗിയായിട്ട് പൂത്തിട്ടുണ്ട്. ഇതൊന്നും പൂ കൊഴിയാതെ തന്നെ നോക്കണം. തേനടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. കണ്ടില്ലേ, പൂ കൊഴിയാതെ തന്നെ നോക്കണം. വളരെ ഭംഗിയായിട്ട് പൂത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചാല് കയറുന്ന നമ്മുടെ കിറ്റാച്ചിയാണ്, ഒരു ചെറിയ 20യുടെ വണ്ടിയാണ്. അതുകൂടി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. ചെറിയ വണ്ടിയാണ്, ചെറിയ 20യുടെ വണ്ടിയാണ്. ഈ ചെറിയ ബക്കറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് ചാല് കയറുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ചാല് കയറുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നൊരു വഴിയായതുകൊണ്ട് ഇപ്പോൾ അത് പൈപ്പ് ഇട്ടിട്ട് ചാല് മൂടാനായിട്ട് വരികയാണ്. ചെറിയ ബക്കറ്റാണ്, കണ്ടില്ലേ, അത് അവരുടെ കയ്യിൽ താഴെ ഇട്ടിരിക്കുന്നതാണ്. ആ ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചാല് കയറുന്നത്. ഏകദേശം 1 അടിക്ക് ഉള്ളിലേ വരുള്ളൂ. അപ്പോൾ അതെല്ലാം മെയിൻ ലൈൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്ത് വഴിയെല്ലാം തൽക്കാലം PVC ഇട്ടിട്ട് ഇപ്പം എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികൾക്ക് വരാനായിട്ട്, വണ്ടി അകത്തേക്ക് കയറാനും അവരുടെ വണ്ടി വന്ന് പോകാനും വേണ്ടിയിട്ട് തൽക്കാലം PVC ലെങ്ത് ഇട്ടിട്ട് വഴി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വണ്ടി വന്ന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെറിയ വണ്ടിയാണ്, പെട്ടെന്ന് ചാലൊക്കെ എടുത്ത് തീർക്കാൻ പറ്റുന്ന ചെറിയ 20യുടെ വണ്ടി. ഇവിടെ എല്ലാം ചെറിയ തൈകളാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുള്ള തൈയാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഡ്രിപ്പ് ചെയ്യുന്നത്. ഇപ്പം ആൾറെഡി ചാലൊക്കെ എടുത്തിട്ടുണ്ട്. അതല്ലേ, അതാണ് നമ്മുടെ സൈറ്റ്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇതിങ്ങനെ മെയിൻ ലൈൻ അങ്ങ് ലാസ്റ്റ് വരെയും കയറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് നമ്മൾ സബ് ലൈനാണ് കയറുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്ത് സബ് ലൈനാണ് കയറുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇടതുവശത്തേക്കും കണ്ടില്ലേ ലാറ്ററൽ വലിക്കും. ഇവിടെ നിന്ന് വലതുവശത്തേക്കും ലാറ്ററൽ വലിക്കും. അങ്ങനെ ആണ് കുറേ സബ് ലൈൻ. നമ്മുടെ മെയിൻ ലൈൻ ഈ സൈഡിൽ കൂടെ കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പുതിയ തൈയാണ്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.